വെൽക്കം ടു 2026 ഫാം. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് എനിക്ക് ന്യൂ ഇയർ വിഷസ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരിക്കുന്നതും കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഓൾ ഓഫ് യു എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ന്യൂ ഇയർ ഇതുവരെയും നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെതും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറിന് ഞാൻ ചെയ്ത എൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വലിയ പാടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഓൾറെഡി എൻ്റെ മറ്റേ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ അതിൻ്റെ കുറച്ച് സ്നീക്ക് പീക്സ് ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്താ പറയുക, മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ്. ഞാനൊരു 3 years ആയിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്, പക്ഷെ അത് ഇതുവരെ ഞാനൊരു കോണ്ടന്റ് ആക്കിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാമെന്ന്. എ ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വലുതായിട്ട് പാടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ, നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ പോക്കറ്റ് ഫാമിലി. ഒരുപാട് കുഞ്ഞു കൂട്ടുകാരും വലിയ കൂട്ടുകാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു കമ്മ്യൂണിറ്റിയാണിത്. ക്രാഫ്റ്റ്, ആർട്ട്, മെയിനായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലിപ്പം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, അത് നിങ്ങൾക്ക് പോവാൻ മനസ്സിലാവും. സോ അത്രയേ ഉള്ളൂ. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോകരുതെന്ന് വിചാരിച്ചിട്ട് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഡയറി. ഞാൻ ഇതിലാണ് എൻ്റെ ഡം ജേർണലും കാര്യങ്ങളെല്ലാം ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ള ലെറ്ററോടെ നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് ടൂൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സ്കെയിലും പെൻസിലും ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തോന്നും അത് വേണ്ടായിരുന്നു എന്ന്, കാരണം കളർ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഔട്ട് തരാൻ പറ്റിയിട്ടില്ല. സോ കളർ പെൻസിൽസ് ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ ജസ്റ്റ് ഇവിടെ പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒരു റഫായിട്ട് നമ്മുടെ 2026 എന്ന് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കളർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സിൻ്റെ ബ്രഷ് പെന്നാണ് എടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ വേറൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇതിൽ എനിക്ക് നല്ലൊരു ഔട്ട് കിട്ടിയിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, നമുക്കിതിനൊരു പെർഫെക്ഷൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഡമ്പിൻ്റെ ബാലൻസ് പേജ് ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ഞാൻ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് റൈറ്റ് സൈഡിലെ പേജിൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഞാൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള പേപ്പറാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഗ്രിഡ് പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ ഉണ്ടായിരുന്ന ഒരു ബുക്കിൽ നിന്ന് ഞാൻ പേപ്പർ വലിച്ചേറിയതാണ്.
പേരൻസ് ആരും വഴക്ക് പറയത്തില്ല എങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അതല്ല നല്ലൊരു എൻവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ഷീറ്റ് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറിയുടെ സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ടും ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് എഴുതാൻ പറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗ യുവർ ലൈഫ് ഫീൽസ് അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഇയറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെൻറ്റ്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു മൊമെൻറ്റ്, ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു ഇയറിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യം, പിന്നെ നിങ്ങൾക്ക് കിട്ടിയൊരു ലെസൺ, അതുപോലെ തന്നെ ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്, നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോഴത്തേക്കും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇയർ എന്ത് ചേഞ്ചാണ് നിങ്ങളിൽ വരുത്തിയത് എന്ന് നിങ്ങൾക്ക്, എന്ത് മാറ്റാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്ന് എഴുതാം. ഈ ഒരു വർഷം എന്ത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു എന്ന് എഴുതാം. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വെരി ഗുഡ് മെമ്മറി എന്തായിരിക്കും? ഒരു കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഇതിൽ പെർഫെക്ഷൻ്റെ ആവശ്യമോ വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരുന്നാൽ മാത്രം മതി. അങ്ങനെ ഞാൻ എൻ്റെ ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു എൻവലപ്പാണ്. ഞാനിവിടെ എൻ്റെ ലെറ്ററിൻ്റെ സൈസിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് എൻവലപ്പ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഫോൾഡിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല എനിക്ക്. ബട്ട് കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ചെയ്യാൻ നിന്നാൽ എല്ലാവരും പെർഫെക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും അതിലൊരു കുഴപ്പം പറ്റിയത് നന്നായി. പെർഫെക്ഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നതും ഞാൻ കാണിച്ചു തരുന്നതും ഒരുപോലെ ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതിനേക്കാളും ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു സീലിംഗ് ആണ് വേണ്ടത്. അതിന് എൻ്റെ കയ്യിൽ വാക്സ് സീൽസ് ഉണ്ടായിരുന്നു, അത് എടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചു അത് പേപ്പർ എന്തായാലും നശിക്കും, കാരണം ഞാൻ എൻവലപ്പിന് എടുത്തേക്കുന്ന പേപ്പറിന് അധികം കട്ടിയില്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് സ്റ്റിക്കർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റാമ്പിങ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ 2025 ഫ്യൂച്ചർ മൈ സെൽഫ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ നിങ്ങളും ഇത് ഈ ഒരു വീഡിയോയുടെ കൂടെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ പവർ തന്നെയാണ്. ഇത് എടുത്ത് നെക്സ്റ്റ് ഇയർ വായിക്കുന്ന സമയത്ത് കണ്ണ് നിറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണ് നിറയാൻ വേണ്ടി വായിക്കണമെന്നല്ല, പക്ഷെ ഇതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ലെറ്റർ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും, ഇതിൻ്റെ ആ ഒരു മാജിക്കൽ പവർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആണ് നിങ്ങളിത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോ സജഷൻസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.